ഹലോ ഗായ്സ്. വെൻ കോച്ച് ബോയ് ഫാൾ ഇൻ ലവ് വിത്ത് നോട്ടി ഗേൾ എന്ന ചൈനീസ് ഡ്രാമയുടെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് അവളെ ഓടിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ഹീറോയിൻ എസ്കേപ്പ് ആകുന്നു. അതിനുശേഷം ഹീറോയിൻ പോയി ഒരു ടേപ്പ് വാങ്ങി. അവളുടെ ക്രഷിന് ഇഷ്ടമുള്ള സിംഗർ പാടിയ ടേപ്പാണത്. അത് വാങ്ങിയിട്ട് ശരി, കോൺസേർട്ടിൻ്റെ ടിക്കറ്റ് അവന് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇതെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് സൈക്കിൾ ഓടിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് ഹീറോ വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂട്ടിയിടിച്ചു. അപ്പോൾ ഹീറോയിൻ സോറി എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഹീറോ. ഉടനെ ഹീറോയിൻ നീയോ? അപ്പോൾ ഹീറോ പറഞ്ഞു കുറേ നടിക്കല്ലേ, വേണമെന്ന് വിചാരിച്ചല്ലേ നീ ഇടിച്ചത് എന്ന് ചോദിച്ചു. ഹീറോയിൻ പറഞ്ഞു എനിക്ക് വേറെ പണിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം എല്ലാ സാധനവും എടുത്ത് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഹീറോയിൻ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ അവിടെ അവളുടെ ക്രഷ് നല്ലവണ്ണം പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് വായിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ മനസ്സിൽ പറഞ്ഞു ഓക്കെ, ഈ പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടൻ എങ്ങനെയെങ്കിലും ആ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. അതേസമയം ഹീറോ കോൺസേർട്ടിൽ പോയി ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റിന് പകരം ടേപ്പാണ് കണ്ടത്. അപ്പോഴവന് മനസ്സിലായി രണ്ടുപേരും സൈക്കിളിൽ വന്ന് ഇടിച്ചപ്പോൾ സാധനങ്ങൾ തമ്മിൽ മാറിയെന്ന്. പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ബാഗ് തുറന്നു നോക്കിയാൽ ടേപ്പ് കാണുന്നില്ല. അതിന് പകരം കോൺസേർട്ടിൻ്റെ ടിക്കറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി രണ്ടുപേരുടെയും സാധനങ്ങൾ തമ്മിൽ മാറിയെന്ന്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ നൈസായി ഹീറോയുടെ അടുത്ത് പോയി നിന്റെ ടിക്കറ്റ് നീ വെച്ചോ, എൻ്റെ ടേപ്പ് താ എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ ചോദിച്ചു എന്ത് ടേപ്പ്? ഹീറോയിൻ പറഞ്ഞു അത് ഒരു സിംഗർ പാടിയ പാട്ടിൻ്റെ ടേപ്പാണ്, നിന്റെ കയ്യിൽ അറിയാതെ പെട്ടതല്ലേ. ഉടനെ ഹീറോ ശരി, അത് നിന്റെ ടേപ്പാണെന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു അതിൽ ഞാൻ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹീറോ ചോദിച്ചു എന്ത്? ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ഹീറോയിൻ ഉറക്കെ പറഞ്ഞു. ഹീറോയിൻ ഉടനെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ക്രഷ് ചിരിച്ചു. എല്ലാം കൈവിട്ട് പോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി. അതിനുശേഷം ഹീറോയിൻ ക്ലാസ്സിൽ പോയി. ഇപ്പോൾ വന്ന സ്റ്റുഡൻസിനെ എല്ലാവരെയും ഒരുമിച്ചാണ് ഇരുത്തിയത്. ഹീറോയിൻ്റെ ക്ലാസ്സിലാണ് ക്രഷും ഇരിക്കുന്നത്. അവൻ്റെ കൂടെയാണ് ഹീറോയും ഇരിക്കുന്നത്. ഉടനെ ഹീറോയിൻ എവിടെ പോയാലും ഹീറോ വാൽ മാതിരി ഉണ്ടാകുമെന്ന് ചിന്തിച്ചപ്പോൾ അവിടെ ക്ലാസ് ടീച്ചർ വന്ന് ഹീറോയിനോട് ഓഫീസിൽ വാ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ എന്തിനാകുമെന്ന് ടീച്ചർ വിളിച്ചത് എന്ന് ചിന്തിച്ച് ഓഫീസിലേക്ക് പോയി. ടീച്ചർ പറഞ്ഞു ഞാൻ കേട്ടു നീ കവിത നല്ലവണ്ണം എഴുതുമെന്ന്, അതുകൊണ്ട് നീ എൻ്റെ ഹവറിൽ റെപ്രസെൻറ്റേറ്റീവായി ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോയിന് വളരെ സന്തോഷമായി. പിന്നെ ടീച്ചർ പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ഇരിക്കുന്നത്, പക്ഷേ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നാളെ മുതൽ നിങ്ങളെല്ലാവരും മാർക്ക് അനുസരിച്ച് വേണം ഇരിക്കാൻ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഇത് കേട്ട് ഒരുമാതിരിയായി. ഉടനെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് എന്താണ് ഇവർ നമ്മൾ രണ്ടുപേരെയും മാറ്റിയിരുത്തുന്നത് എന്ന് ഫീൽ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഇരുത്തട്ടെടി, ഈ സമയം നിനക്ക് നിൻ്റെ ക്രഷിൻ്റെ ഒപ്പം ഇരിക്കാൻ ചാൻസ് കിട്ടില്ലേ എന്ന് ഫ്രണ്ട് പറഞ്ഞു. ചിലപ്പോൾ ക്രഷിൻ്റെ കൂടെ ഇരിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്തു ചെയ്യും എന്ന് ഹീറോയിൻ ചോദിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നൈസായി ഓഫീസിൽ പോയി അവിടെ നിന്ന് ലിസ്റ്റ് എടുത്ത് ഹീറോയിൻ്റെ ഫ്രണ്ട് ഇവളുടെ പേരും ക്രഷിൻ്റെ പേരും ഒരുമിച്ചിരിക്കുന്നത് മാതിരി എഴുതി. ഇത് അതുകൂടി പോയ ഹീറോ നോട്ട് ചെയ്തു. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ടീച്ചർ വന്ന് നിങ്ങൾ എന്താ എൻ്റെ ടേബിളിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അതൊന്നുമില്ല ടീച്ചർ, ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വന്നതാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ദെൻ നെക്സ്റ്റ് അവർ ആയപ്പോൾ ആ ടീച്ചർ വന്ന് ഓക്കെ, നിങ്ങൾ ഇപ്പോൾ മാർക്ക് വൈസ് ആയി ഇരിക്കാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരും പുറത്തു പോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഹീറോയിൻ സന്തോഷത്തോടെ പുറത്തു പോയി. ഫസ്റ്റ് ഹീറോയിനെ വിളിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തി. അതിനുശേഷം ഹീറോനെ വിളിച്ച് ഹീറോയിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹീറോയും ഹീറോയിനും ഷോക്കായി. അപ്പോൾ ടീച്ചർ എന്ത് പറ്റി എന്ന് ചോദിച്ചു. രണ്ടുപേരും മിണ്ടാതെ ഇരുന്നു. ഹീറോയിൻ മനസ്സിൽ ചിന്തിച്ചു അയ്യോ ആ ലിസ്റ്റ് ടീച്ചർ പിന്നെയും മാർക്ക് വൈസ് ആയി ഇരുത്തിയില്ലെങ്കിൽ എന്ന് ഫീൽ ചെയ്തപ്പോൾ ഉടനെ ഹീറോ ഇതെല്ലാം നിന്റെ പണിയല്ലേ, എനിക്കറിയാം, എൻ്റെ കൂടെ ക്ലോസ് ആകണം എന്ന് പറഞ്ഞ് നീ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ഹീറോയിൻ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ പറഞ്ഞു മിണ്ടാതിരിക്ക്, എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നീ 3 റൂൾസ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് റൂൾ, നീ എന്നോട് മിണ്ടരുത്. രണ്ടാമത്തെ റൂൾ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ മറഞ്ഞു നിന്ന് നീ നോക്കരുത്. മൂന്നാമത്തെ റൂൾ, നീ എന്നോട്
വട്ടുമാതിരി ചിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ അതെന്താണ് വെച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ഹീറോ പറഞ്ഞു മിണ്ടാതിരിക്ക്. ഉടനെ ഹീറോയിൻ വാ അടച്ചു. ഇതോടെ നമ്മുടെ സെക്കൻഡ് പാർട്ട് തീരുകയാണ്. അടുത്ത പാർട്ടുമായി വീണ്ടും വരാം. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.